ദൈവമേ, ഏത് തെണ്ടിയാണ് ഈ വെൽക്കം കണ്ടുപിടിച്ചത്? ഛേ, ഈ എല്ല് ശരിയാവുന്നില്ലല്ലോ. ഈ എല്ലൊക്കെ കൂടി ഞാൻ എവിടെ കൊണ്ടേ വെക്കും? ഓ, ഈ എല്ല് ശരിയാവില്ല. ഈ പണ്ടാരം എവിടെയാണെന്ന് ഫിറ്റ് ചെയ്യേണ്ടത്? അതൊക്കെ നീ മനസ്സിൽ ചെയ്താൽ മതി, ഒക്കെ ശരിയാണ്. ഇത് കണ്ടോ തള്ളുക. അതെന്താ ഈ ലാട ഇറക്കി ഇങ്ങനെ? ഇത് 2 ലാ കഴിഞ്ഞിട്ടല്ലേ മറ്റേ സാധനമായിട്ടുണ്ടായിരുന്നു? ഇത് ഏത് ഭാഷ? എന്താ ഇത്? തള്ളുക. തള്ളുക, ഇത് തള്ളുക. ഓഹോ, അങ്ങനെയും വായിക്കാമോ? ആദ്യ പേര് തമ്മിൽ അടുത്തിരുന്ന വഴക്കുണ്ടാക്കും. അതിനുവേണ്ടി ഈ ഇപ്പുറത്തെ ചുലുപ്പ് ഇപ്പുറത്തെ ഇടയ്ക്ക് കയറി നിൽക്കുന്നത്. ചെയ്യുന്ന പണി വെടിപ്പായിട്ട് ചെയ്യണം. മനസ്സും കരങ്ങളും ഒരേ സ്ഥലത്ത് നിലനിർത്തണം. എന്നല്ലേ പ്രമാണം വല്യപ്പ? എന്താ ശരിയല്ല മാവാ? ശരിയല്ലെന്ന്. എടോ ശരിയല്ലെങ്കിൽ ശരിയെന്ന് പറയണോ? ശരിയാ ശരിയാ ശരി. പിന്നെന്താ പ്രശ്നം? നീ ഇത്രല്ലേ കണ്ടോളൂ? അങ്ങോട്ട് നോക്കിയേ. അപ്പൊ അപ്പുറത്തെന്താ ഇത് വെച്ചേക്കുന്നത്? അത് വലിക്കുക. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. വലിക്കുക അല്ലല്ലോ ഇത് വലിക്കുക അല്ലല്ലോ. അങ്ങനെയൊക്കെ വഴിയില്ല. ഈ ഇവിടെ അല്ലേ വരണ്ടേ വള്ളി? ഈ ലാ താഴെ വീഴാതിരിക്കാൻ വേണ്ടി കുത്തി നിർത്തിയിട്ട് മനസ്സിലായി? എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്. അങ്ങനെ ആക്കണ്ട കേട്ടാ. ആള് ഇത് അതൊന്നും അല്ല. അങ്ങനെയല്ല കേട്ടോ. പുതിയൊരു ലിപി കണ്ടുപിടിച്ചു. എടാ, പണിക്കിറങ്ങിട്ട് 5-8 കൊല്ലമായില്ലേ, ഇതുവരെ എഴുതാറിയാൻ പാടില്ലെങ്കിൽ നിന്നൊക്കെ എന്തിനു കൊള്ളാടാ? പുതിയ ലിബിയാന്റെ പേരില്ല, പഴയ ലിബിയാനും താർത്തേനെ. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ